ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇന്ന് കഹാം അല്ലെങ്കിൽ വേർ, എവിടെ. കഹാം എന്ന് പറഞ്ഞാൽ വേർ, എവിടെ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. വേർ എന്ന് തുടങ്ങുന്ന, കഹാം എന്ന് തുടങ്ങുന്ന വാക്കു വെച്ചുള്ള സെൻറ്റൻസുകൾ നമുക്കിന്ന് പഠിക്കാം. ഓക്കെ. വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? ആപ് കഹാം ജാ രഹേ ഹേ? ആപ് കഹാം ജാ രഹേ ഹേ? ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, കഹാം എവിടെ, ജാ രഹേ ഹേ പോകുന്നു, നിങ്ങൾ എവിടെ പോകുന്നു. ആപ് കഹാം ജാ രഹേ ഹേ? നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളതിന് എന്തായിരിക്കും നമ്മൾ സാധാരണ മറുപടി പറയുക? ഞാനൊന്നില്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ഞാൻ പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ചന്തയിൽ മാർക്കറ്റിൽ പോകുന്നു. ഇങ്ങനെ പല ആൻസറുകളും നമുക്കുണ്ടാവും. അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഐ ആം ഗോയിങ് ടു മാർക്കറ്റ്, ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ എങ്ങനെ പറയും? മേം സ്കൂൾ ജാ രഹാ ഹും. മേം ഞാൻ, സ്കൂളിൽ, ജാ രഹാ ഹും പോകുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു. ഇനി ഞാൻ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്ത് പറയും? മേം സ്കൂൾ എന്നുള്ളത് മാറ്റാം, ബാക്കിയെല്ലാം അത് തന്നെ. ഹോസ്പിറ്റൽ ജാ രഹാ ഹൂം. മേം മാർക്കറ്റ് ജാ രഹാ ഹൂം. മേം പഠിനെ ജാ രഹാ ഹൂം. മേം ഖാനെ ജാ രഹാ ഹൂം. ഓക്കെ. എല്ലാനും ക്രിയ, വെർബ് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം നമുക്ക് വേണ്ടത് പറയാം, ബാക്കി അത് തന്നെ പറയാം. ഓക്കെ. വേർ ഈസ് മൈ ബുക്ക്? എൻ്റെ പുസ്തകം എവിടെ നമ്മൾ ചോദിക്കും. ഇപ്പം എൻ്റെ പുസ്തകം എവിടെ എന്ന് ചോദിക്കുന്നത് മേരി കിതാബ് കഹാ ഹേ? മേരി എൻ്റെ, കിതാബ് പുസ്തകം, കഹാ ഹേ എവിടെയാണ്, എൻ്റെ പുസ്തകം എവിടെയാണ്. ഇനി ഇത് തന്നെ നമുക്ക് പലതരത്തിൽ ചോദിക്കാം. മേരി കിതാബ് എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാം. മേരി ധൈലി അല്ലെങ്കിൽ ബാഗ്, സഞ്ചി, കഹാ ഹേ? മേരി ധൈലി കഹാ ഹേ? മേര അല്ലെങ്കിൽ മേരി കലം കഹാ ഹേ? മേര അല്ലെങ്കിൽ മേരി പെൻസിൽ കഹാ ഹേ? എന്ത് വേണമെങ്കിലും ചോദിക്കുക. ആ വസ്തുക്കളുടെ പേര് മാത്രം മാറ്റാം, ബാക്കിയെല്ലാം അത് തന്നെ. ഓക്കെ. അപ്പോൾ കിതാബ് എവിടെയാണെന്ന് ചോദിച്ചതിന് മറുപടി നമുക്ക് പലതും പറയാം. യഹ് മേജ് പർ ഹേ, ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ. യഹ് മേജ്, മേജ് എന്ന് പറഞ്ഞാൽ മേശ. യഹ് ഇത്, മേജ് പർ ഹേ ടേബിളിൻ്റെ പുറത്താണ്. അപ്പോൾ പർ എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ് അർത്ഥം. അപ്പോൾ യഹ് മേജ് പർ ഹേ. ഇനി അത് കസേരയിലാണെങ്കിലോ യഹ് കുർസി പർ ഹേ. കുർസി എന്ന് പറഞ്ഞാൽ കസേര, പർ ഓൺ. അപ്പോൾ യഹ് കുർസി പർ ഹേ, എ മേജ് പർ ഹേ. അതും ഇതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണോ ആ പേര് മാത്രം മാറ്റി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം? നമ്മളൊരാളെ കണ്ടുമുട്ടി, അയാളോട് സംസാരിച്ച്, അപ്പം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എവിടത്തുകാരനാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് ചോദിച്ചാൽ മതി? വേർ ആർ യു ഫ്രം? അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാം? ആപ് കഹാം സേ ഹേ? ആപ്പ് താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ, കഹാം സേ ഹേ എവിടെ നിന്നാണ്, എവിടെ നിന്ന് വരുന്നു. ആപ് കഹാം സേ ഹേ? ഓക്കെ. ആ ചോദ്യത്തിന് എങ്ങനെ നമുക്ക് മറുപടി പറയാം? ഐ ആം ഫ്രം കേരള, ഐ ആം ഫ്രം ഡൽഹി, ഐ ആം ഫ്രം ഉത്തർപ്രദേശ്, ഐ ആം ഫ്രം രാജസ്ഥാൻ. നമ്മൾ ഏതാണോ സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ നിന്ന് വരുന്നു എന്ന് പറയാം. ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്നുമാണ്. അപ്പോൾ
ഞാൻ എവിടെ നിന്നാണ്, സ്ഥലത്തിൻ്റെ പേര് മാത്രം മാറ്റാം, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. മേം കേരൾ സേ ഹും, ഞാൻ കേരളത്തിൽ നിന്നാണ്. മേം കേരൾ സേ ഹും, കേരളത്തിൽ നിന്ന്. മേം ഡൽഹി സേ ഹും, ഞാൻ ഡൽഹിയിൽ നിന്നാണ്. മേം യു പി സേ ഹും, യു പിയിൽ നിന്നാണ്. മേം രാജസ്ഥാൻ സേ ഹും, രാജസ്ഥാനിൽ നിന്നാണ്. മേം ഇന്ത്യ സേ ഹും, ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ. വേർ ഈസ് മൈ ഫോൺ, എൻ്റെ ഫോൺ എവിടെയാണ്, എൻ്റെ ഫോൺ എവിടെ എന്നൊക്കെ നമ്മൾ ഫോൺ അന്വേഷിച്ചിട്ട് കാണുന്നില്ല, ചോദിക്കും. വേർ ഈസ് മൈ ഫോൺ, എൻ്റെ ഫോൺ എവിടെ, ഇതെങ്ങനെ ചോദിക്കും? മേരാ ഫോൺ കഹാ ഹേ, മേരാ ഫോൺ കഹാ ഹേ, എൻ്റെ ഫോൺ എവിടെയാണ്. മേരാ ഫോൺ കഹാ ഹേ, ഇത് തന്നെ. മേരാ വാച്ച് കഹാ ഹേ, മേരാ കലം കഹാ ഹേ, മേരാ ദൈലി കഹാ ഹേ, ഇതും അതുപോലെ തന്നെ. വേണ്ട വസ്തുക്കൾ മാറ്റാം, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അതിന് മറുപടി മേരാ ഫോൺ കഹാ ഹേ എന്നുള്ളതിന് മറുപടി നമുക്ക് പലതും പറയാം അല്ലേ. ഇറ്റ് ഈസ് ഇൻ മൈ ബാഗ്, ഇറ്റ് ഈസ് ഓൺ ദ ടേബിൾ, ഇറ്റ് ഈസ് ഓൺ ദ ചെയർ, അങ്ങനെ പലതും പറയാം ഇതുപോലെ. അപ്പോൾ അതും എങ്ങനെ പറയാം? മേരെ ബാഗ് മേ ഹേ, അതെൻ്റെ ബാഗിലുണ്ട്. മേരെ ബാഗ് മേ ഹേ. ബാഗ് മേം എന്ന് പറഞ്ഞത് ബാഗിൻ്റെ പുറത്തല്ല, ബാഗിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് മേം എന്ന് പറഞ്ഞത്. മേരെ ബാഗ് മേം ഹേ, ബാഗിൻ്റെ ഉള്ളിൽ. ഇനി ടേബിളിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ എന്ത് പറയും? മേജ് പർ ഹേ, മേശ പർ ഓൺ, മുകളിൽ എന്നാണ്. അപ്പോൾ മേജ് പർ ഹേ, കുർസി പർ ഹേ, ദൈലി മേ ഹേ എന്ന് വെച്ചാൽ സഞ്ചിയുടെ ഉള്ളിൽ. ബാഗ് മേ ഹേ, ഉള്ളിൽ എന്ന് വരുമ്പോൾ നമ്മൾ മേമെന്നാക്കും, അല്ലെങ്കിൽ പറാക്ക, അല്ലെങ്കിൽ ഇനി മേശയുടെ അടിയിലാണെങ്കിൽ മേജ് കെ നീച്ചേ ഹേ, നീച്ചേ താഴെ, മേശയുടെ താഴെയുണ്ട്. ഓക്കെ. ഇനി വീട്ടിലേക്ക് ചെന്നപ്പോൾ പപ്പയെ കാണുന്നില്ല, അപ്പോൾ നമുക്ക് അന്വേഷിക്കാം അല്ലേ. ഈ മമ്മിയെ കാണുന്നില്ല, അന്വേഷിക്കാം. വേർ ഈസ് മൈ പപ്പ, വേർ ഈസ് മൈ മമ്മ, വേർ ഈസ് മൈ സിസ്റ്റർ ചോദിക്കാം. അപ്പം അതിനെങ്ങനെ ചോദിക്കാം? മേരെ പാപ്പ കഹാ ഹേ, മേരി മാതാജി കഹാ ഹേ, മേരെ പാപ്പ കഹാ ഹേ, മേരി മാതാജി കഹാ ഹേ, മേരി ഭയ്യ കഹാ ഹേ, മേരാ ഭയ്യ കഹാ ഹേ, മേരാ ബഹിൻ കഹാ ഹേ, ബഹിൻ സിസ്റ്റർ, ഭയ്യ സഹോദരൻ, പാപ്പ പപ്പ, മമ്മി മമ്മ, മാതാജി. ഓക്കെ. അപ്പം മേരാ പാപ്പ കഹാ ഹേ. അതിന് നമുക്ക് മറുപടി പറയാം. പപ്പയുടെ റൂമിലുണ്ട്, അല്ലെങ്കിൽ പപ്പ കിച്ചണിലുണ്ട്, പപ്പ ടോയ്ലറ്റിലുണ്ട്, അങ്ങനെ പലതും പറയാം. അപ്പം നമ്മളെന്ത് പറയും? വ അപ്പനെ കമരേ മേ ഹേ, വ അപ്പനെ കമരേ ഹേ, കമരേ മേം ഹേ എന്ന് പറഞ്ഞാൽ വ അങ്ങേര്, അല്ലെങ്കിൽ അദ്ദേഹം, അവൻ, അവൻ്റെ അപ്പനെ കമരേ മേ ഹേ, അവൻ്റെ മുറിയിലുണ്ട്. അപ്പനെ എന്ന് വെച്ചാൽ അവരവരുടെ, അവനവൻ്റെ, ഏതാണ് അപ്പനെ. വ അപ്പനെ കമരേ മേ ഹേ, അവൻ്റെ മുറിയിൽ തന്നെയുണ്ട്. ഇനി കിച്ചണിലാണെങ്കിൽ വ കിച്ചൺ മേ ഹേ, കിച്ചണിലുണ്ട്. വ ടോയ്ലറ്റ് മേ ഹേ, ടോയ്ലറ്റിലാണ്. ഓക്കെ. വേർ ഈസ് യുവർ ഫ്രണ്ട് മീര, ഇനി നിൻ്റെ കൂട്ടുകാരി ആ മീര, അവളെവിടെ? എൻ്റെ കൂട്ടുകാരി ഒരാളുണ്ടായിരുന്നില്ലേ, മീര, മീര, അവളെവിടെ എന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര്, മീന, അല്ലെങ്കിൽ രാജു, കഹാ ഹേ എന്ന് ചോദിക്കാം നമുക്കല്ലേ. അപ്പം അതെങ്ങനെ ചോദിക്കും? തുമാരി ദോസ്ത്, തുമാരി നിൻ്റെ, ദോസ്ത് കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, രണ്ടും ദോസ്ത് തന്നെയാണ്. മീര കഹാ ഹേ, തുമാരി ദോസ്ത് മീര കഹാ ഹേ, തുമാരി ദോസ്ത് മീന കഹാ ഹേ, തുമാരി ദോസ്ത് നന്ദു കഹാ ഹേ, തുമാരാ ദോസ്ത് രാജു കഹാ ഹേ, തുമാരാ ദോസ്ത് ബാബു കഹാ ഹേ. തുമാര, തുമാരി, പെണ്ണാണെങ്കിൽ തുമാരി പറയാം, ആണാണെങ്കിൽ തുമാര പറയാം. ഓക്കെ. അതിനും നമ്മൾ പല മറുപടിയും പറയും. അവൾ ഹോസ്പിറ്റലിൽ പോയി, അവൾ കുളിക്കാൻ പോയി, അവൾ ഖാനയ്ക്ക് ലിയെ ഗയാ, അങ്ങനെ പലതും നമുക്ക് പറയാം അല്ലേ. അപ്പം ഷീ വെൻ ടു ദ ഹോസ്പിറ്റൽ, അവൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഷീ വെൻ ടു ദ ഹോസ്പിറ്റൽ. വ ആസ്പതാൽ ഗയി, വ ആസ്പതാൽ ഗയി. ഇനി അവൾ
പള്ളിയിൽ പോയിരിക്കണമെങ്കിൽ വ ഗിരിജ ഗെയി. ഗിരിജ എന്ന് വെച്ചാൽ പള്ളി. വ ഗിരിജ ഗെയി. ഇനി അമ്പലത്തിൽ പോയിരിക്കുകയാണെങ്കിലോ വ ടെമ്പിൾ ഗെയി. ക്ഷേത്ര, ടെമ്പിളിന് ക്ഷേത്രം തന്നെയാണ് ഹിന്ദിയിലും മലയാളത്തിലും ക്ഷേത്രം എന്ന് പറയും അല്ലേ. അപ്പോൾ വ ക്ഷേത്ര ഗെയി, വ ഗിരിജ ഗെയി, വ അസ്പതാൽ ഗെയി. വെർ ഈസ് ഹി? അവൻ എവിടെ പോയി? വെർ ഈസ് ഹി? സഹോദരൻ, അനിയൻ, ചേട്ടൻ, ആരും ആയിക്കോട്ടെ. വെർ ഈസ് ഹി? അവൻ എവിടെ പോയി? വ കഹാ ഹേ? അവൻ എവിടെ? വഹ കഹാ ഹേ? അവൻ എവിടെ? വ കഹാ ഹേ? ഹീസ് ഇൻ ദ കിച്ചൺ. അവൻ അടുക്കളയിലുണ്ട്. ഹീസ് ഇൻ ദ കിച്ചൺ. അപ്പോൾ അതെങ്ങനെ പറയുമ്പോൾ രസോയി ഗർമേഹെ. രസോയി ഗർ അടുക്കള. വ രസോയി ഗർമേഹെ. രസോയി ഗർ എന്താണ്? അടുക്കള. വ രസോയി ഗർമേഹെ. അല്ലെങ്കിൽ വ കമരമേഹെ മുറിയിലുണ്ട്. വ നീച്ചെ കമരമേഹെ താഴത്തെ മുറിയിലുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. വേർ ഡു യു വർക്ക്? നീ എവിടെ ജോലി ചെയ്യുന്നത്? വേർ ഡു യു വർക്ക്? ആപ്പ് കഹാം കാം കർത്തേ ഹേ? ആപ്പ് താങ്കൾ, കഹാം എവിടെ, കാം ജോലി, കർത്തേ ഹേ ചെയ്യുന്നു, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു. ആപ്പ് കഹാം കാം കർത്തേ ഹേ? നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു. അതിനും നമുക്ക് പല മറുപടി ഉണ്ടല്ലേ. നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ, സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഐ ആം വർക്കിംഗ് ഇൻ എ ഹോസ്പിറ്റൽ, ഐ ആം വർക്കിംഗ് ഇൻ എ സ്കൂൾ, ഐ ആം വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്. ഇങ്ങനെ പലതും നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ മേം ഏക് ആസ്പതാൽ മേം കാം കർത്താ ഹും. മേം ഞാൻ, ഏക് ഒരു, ആസ്പതാൽ ഹോസ്പിറ്റൽ, മേം ഹോസ്പിറ്റലിൽ, ആസ്പതാൽ മേം ഹോസ്പിറ്റലിൽ, കാം കർത്താ ഹേ ജോലി ചെയ്യുന്നു, കാം ജോലി, കർത്താ ഹേ ചെയ്യുന്നു. മേം ഏക് ആസ്പതാൽ മേം കാം കർത്താ ഹേ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് കഹാം വെച്ചുള്ള ചോദ്യം ചോദിക്കൽ, അതിന് ആൻസർ എങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ആരോടും എന്തും ചോദിക്കുക, ആ വാക്കുകൾ മാത്രം മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. എന്തും ചോദിക്കുക, അതിന് ആൻസറും പറയാം. ഇങ്ങനെയാണ് ഹിന്ദി സംസാരിച്ച് പഠിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് ഓരോന്നും പറഞ്ഞ് നിങ്ങൾ എഴുതി നോക്കുകയും പറഞ്ഞു നോക്കുകയും ചെയ്യണം. ഓക്കെ, ബൈ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യണം. ബൈ.